കിട്ടിയ നീ എന്നെ ഒലത്തോടാ. ചെങ്കളം മാധവ, നിന്നെക്കുറിച്ച് ഞാൻ കേട്ടു, വരവ് ഞാൻ പ്രതീക്ഷിച്ചു. പോയി കാഴ്ചക്കാരെ കൂട്ട്, ഞാനെത്താം. എന്റെ പേര് ജഗന്നാഥൻ എന്നാണ്, ഞാനെത്തും. ഹായ് ഫ്രണ്ട്സ്, സിനിശാലയിലെ ഫിലിം ലൊക്കേഷൻ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കുറേ സിനിമകളുടെ ഒരുപാട് സീനുകൾ എടുത്തിട്ടുള്ള ഒരു ലൊക്കേഷൻ ഉണ്ട്. കവളപ്പാറയിലെ ആര്യങ്കാവ് ക്ഷേത്ര മൈതാനി. അതായത് ബാലേട്ടൻ, നരസിംഹം, ആറാം തമ്പുരാൻ, ഒരാൾ മാത്രം തുടങ്ങി കുറേ സിനിമകൾ എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പം നമുക്ക് ആ സിനിമകളുടെ ഒക്കെ ആ സീനുകൾ എടുത്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ പ്രോഗ്രാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് ലൊക്കേഷനിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. കുറേ സിനിമകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സിനിമകളായിട്ട് പറയാം. ആദ്യം നമുക്ക് ആറാം തമ്പുരാനിലെ ഒരു സീനിനെ പറ്റി പറയാം. ആറാം തമ്പുരാൻ സിനിമയിൽ ലാലേട്ടൻ ഒരു കാറിൽ ഇങ്ങനെ ആ റോട്ടോട് ഇങ്ങനെ വരും. ഇങ്ങനെ ഒരു ഷോട്ടാണത്. അപ്പോൾ ഇതാ കാണുന്ന ഒരു വിളക്ക് തറയൊക്കെ കണ്ടോ അവിടെ ഇങ്ങനെ, അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ആ ഷോട്ടിൽ അത് കാണാം. അപ്പം ഇങ്ങനെ കാറിൽ ഇങ്ങനെ വരുമ്പോൾ ദേ ഇവിടെ ഈ റോട്ടിലായിട്ട് നരേന്ദ്രപ്രസാദ് സാറും അതുപോലെ ഭീമൻ രവി ചേട്ടനോ കൂടിയിട്ട് ജീപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, അവരെ കാത്തു നിൽക്കാനായിട്ട്. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ വരുമ്പോൾ ദാ ഇവിടെ വെച്ചിട്ടാണ് അവരിങ്ങനെ തടയുക. കാറിൻ്റെ മുന്നിൽ ഇങ്ങനെ വണ്ടി നിർത്തും. ഒരു പഞ്ച് ഡയലോഗൊക്കെ ഉണ്ട് ഇവിടെ വെച്ചിട്ട്. ഇതാ ഇവിടെയാണ് ആ രണ്ട് വണ്ടി നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെയാണ് ആ ഡയലോഗുകളൊക്കെ നടക്കുന്നത്. ആരാ ഇത്? കൊളപ്പള്ളി തമ്പുരാനാ? നമസ്കാരം തമ്പുരാൻ. അപ്പൊ നിനക്ക് എന്നെ ഓർമ്മയുണ്ടല്ലേ? അതെന്ത് ചോദ്യം തമ്പുരാൻ, മറക്കാൻ പറ്റുമോ തമ്പുരാനെ? എന്നെ ഓർമ്മയുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. കോലവും പൊളിക്കണ കാര്യല്ലേ? ഈ ഐഡിയ വിട്ടിട്ടില്ല. ഇതാ കണ്ടില്ലേ തങ്ങളങ്ങാടിന്ന ബാപ്പു സാഹിബ് വന്ന് കണ്ടു. മരത്തിന്റെ വിലയുടെ കാര്യത്തിൽ അങ്ങോട്ട് ഒക്കണില്ല, പക്ഷെ കച്ചവടം പറ്റിയിട്ടില്ല. മൂപ്പർ എനിക്ക് നല്ല കോഴിയിറച്ചി അതിശയപ്പത്തിരിയും വാങ്ങിത്തരാ, ഷൊർണൂർ ടൗൺ വരെ വന്നാലെന്ന് പറഞ്ഞു. വണ്ടി റോഡിന്റെ നടുക്ക് കൊണ്ടിട്ട് ഊച്ചാടത്തിന് കളിയെ ചവിട്ടി അടിതാമി വിലക്കും. ഹറാം സാലെ തെരമാക്കി തമ്പുരാൻ പോണം. നമ്മളിങ്ങനെ വഴിയിൽ നിന്ന് സംസാരിച്ചിരിക്കുന്ന തമ്പുരാന് കുറച്ച് ഇവിടുത്തെ ഈ മരങ്ങളും അതുപോലെ തന്നെ ഇതാ കാണുന്ന ആൽത്തറയില്ലേ, അതൊക്കെ ഇതാ ഈ സീനിൽ ഇങ്ങനെ കാണാം. ബാലേട്ടൻ സിനിമയിൽ നെടുമുടി വേണുചേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ രണ്ടാമത്തെ കുടുംബത്തിലേക്ക് ലാലേട്ടൻ്റെ ക്യാരക്ടർ വരുന്നൊരു സീനുണ്ട്. അപ്പോൾ ലാലേട്ടൻ എന്താ ഇവിടെയാണ് ബസ്സിൽ വന്നിറങ്ങുക, ഈ കവലയിലാണ്. ഇന്നലെ എൻ്റെ നെഞ്ചിലെ ആ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ആ പടം കണ്ടവർക്ക് ഓർമ്മ കാണും. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ബസ് നിർത്തും. എന്നിട്ട് ബസ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ കണ്ടക്ടറായിട്ട് ചെറിയ സംസാരമൊക്കെ ഉണ്ട്. കറക്റ്റ് സ്ഥലത്തെ പറയണ്ടേ, നിങ്ങളെന്താ പറയാഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു നല്ല രസകരമായൊരു ഡയലോഗൊക്കെ ഉണ്ട്. അപ്പം എന്നിട്ട് ആ ബസ്സിൽ നിന്ന് ലാലേട്ടൻ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഈ കവലയിൽ രണ്ട് നാട്ടുകാരിങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇവിടെ ഒരു ഷെഡൊക്കെ സെറ്റ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അവരോട് വഴി ചോദിക്കുന്ന ഒരു സീന് ഇങ്ങനെ ഉണ്ട്. അത് കറക്റ്റ് ഇതാ ഈ ഒരു പോർഷനിലാണ് എടുത്തിരിക്കുന്നത്. നരസിംഹം എന്ന് പറഞ്ഞ സിനിമയിൽ ഐശ്വര്യ ചേച്ചി ഇങ്ങനെ ഫസ്റ്റ് കാറുമായിട്ട് മഞ്ഞക്കാറുമായിട്ട് ഇങ്ങനെ വരും. അപ്പം ഇതിലേ ഇങ്ങനെ വരിക. ഇതിൽ വന്നിട്ട് ആ കാർ ഇങ്ങനെ വന്നിട്ട് ഇതാ ഈ ഭാഗത്ത് വെച്ചിട്ട് ആ വണ്ടി പഞ്ചറാവും. അപ്പോൾ ലാലേട്ടൻ ജീപ്പുമായിട്ട് ആ വഴിയിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടാവും. ഇവിടെ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. വെടി തീർന്നോ മോനെ ദിനേശ എന്ന് ചോദിക്കുന്ന കുറേ നല്ല രസകരമായിട്ടുള്ള ഡയലോഗുള്ള സീനുകളൊക്കെ ഉണ്ട്. അത് എടുത്തിരിക്കുന്നത് ഇവിടെയാണ്. ദാ ഈ വഴിയിൽ നിന്നാണ് ഐശ്വര്യ ചേച്ചിയുടെ വണ്ടി ഇങ്ങനെ വരിക. ഒരു മഞ്ഞ കാറാണ്, അത് നല്ലൊരു ഭംഗിയുള്ള കാറാണത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങൾ സെറ്റ് ഇട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാ ഈ ഒരു പോർഷൻ എത്തുമ്പോൾ വണ്ടി പഞ്ചറാവും. വണ്ടി പഞ്ചറായിട്ട് ഇങ്ങനെ ഐശ്വര്യ ചേച്ചി ഇങ്ങനെ ഇറങ്ങിയിട്ട് അപ്പോൾ ആളുടെ ഫേസ് ഇങ്ങനെ കാണിക്കില്ല സിനിമയിൽ. ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ടയറൊക്കെ നോക്കും, ഇങ്ങനെ കാലുകൊണ്ടൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കും. അപ്പോൾ ഇതാ ഈ വഴിയിൽ നിന്ന് ലാലേട്ടൻ എൻ്റർ ചെയ്യുന്നുണ്ടാവും. നല്ലൊരു സ്പെഷ്യൽ ജീപ്പാണ് അതിലെ, എല്ലാവർക്കും അറിയാം ആ പടം കണ്ട. ആ വണ്ടിയിൽ ഇങ്ങനെ ലാലേട്ടൻ വരുന്നുണ്ടാവും. എന്നിട്ട് ലാലേട്ടനെ ഇങ്ങോട്ട് വണ്ടി നിർത്തിയിട്ട് വെടി തീർന്നോ മോനെ ദിനേശ എന്ന് ചോദിക്കും. അപ്പോഴാണ് ഐശ്വര്യ ചേച്ചിനെ അത് കാണിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന ടയർ പഞ്ചറായി മോനെ എന്നൊക്കെ പറയും. നല്ല ഡയലോഗ് സീനാണത്. അപ്പോൾ അത് ആ ആലിൻ്റെ മുകളിൽ ആളുകൾ ഇരിക്കുന്നതൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. അതുപോലെ നരസിംഹ സിനിമയുടെ ക്ലൈമാക്സിൽ ഫൈറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ലാലേട്ടൻ എന്താ ഇതിലെയാണ് വണ്ടിയിൽ ഇങ്ങനെ വരിക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ ഐശ്വര്യ ചേച്ചി നിൽക്കുന്നുണ്ടാവും, കൂടെ ലഗേജൊക്കെ ഉണ്ടാവും. അപ്പോൾ ലാലേട്ടൻ ചോദിക്കും, എന്താ അനുരാധേ പെരുവഴിയിലായാന്ന്.
അപ്പോൾ ഐശ്വര്യ ചേച്ചി പറയും ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടീനെ പ്രേമിച്ച കുറ്റത്തിന് മൂപ്പിൽ നായരുടെ കോടതി വിധിച്ച ശിക്ഷയാണ്, പെട്ടിയും പൊക്കോനോട്ട് വിട്ടോളാൻ പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ലാലേട്ടൻ കുറേ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും പറ്റുമെങ്കിൽ കയറിക്കോ എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് ബാഗുകളൊക്കെ വണ്ടിയിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് പറയും എപ്പോൾ കയറിയെന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടിയിൽ ഇങ്ങനെ പോവും. അപ്പോൾ അതായത് ഇവിടെ കുറേ പഞ്ചവാദിക്കാരൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു അച്ചുവട്ട ഓൾ ദി ബെസ്റ്റ് എന്ന് പറയും. എന്നിട്ട് വണ്ടി ഇതാ ഇങ്ങോട്ടാണ് ഇങ്ങനെ പോവുക. അവിടെയാണ് ഇതിൻ്റെ ക്ലൈമാക്സിൽ പേര് എഴുതി കാണിക്കുന്നത്. പിന്നെ ബാബ കല്യാണി എന്ന് പറഞ്ഞ സിനിമയിൽ അനൂപ് ചന്ദ്രൻ ചേട്ടൻ്റെ ഒരു ചായക്കടയുണ്ട്. അതിതാ ഇവിടെയാണ് സെറ്റ് ഇട്ടേക്കുന്നത്. ആ ചായക്കടയിൽ വരുന്ന തീവ്രവാദികളെ പിടിക്കാൻ ലാലേട്ടനും ബിജു മേനോൻ ചേട്ടനും കൂടി വരുന്നൊരു സീനുണ്ട്. അപ്പോൾ അവർ ഇതൊരു ഈ ആൽത്തറയുടെ ചുവട്ടിലായിരിക്കും ജീപ്പിട്ടുണ്ടാവുക. അപ്പോൾ അവർ അവിടെ നിന്നിട്ട് ഇങ്ങനെ തീവ്രവാദികൾ വന്നിട്ട് അവരെ പിടിക്കാനായിട്ട് ഇങ്ങനെ നടന്നു വരുന്ന സീന് ഉണ്ട്. അപ്പോൾ ആ സീനൊക്കെ എടുത്തിരിക്കുന്നത് എവിടെയാണ്. ഇതാണ് ആര്യങ്കാവ് ക്ഷേത്രത്തിനടുത്തുള്ള ഒരു മൈതാനം. നരസിംഹത്തിലെ 2 സീന് കൂടി ഇവിടെ പറയാനുണ്ട്. ഇവിടുന്ന് ലാലേട്ടൻ ഇങ്ങനെ ജീപ്പിൽ ചീറിപ്പാഞ്ഞിങ്ങനെ വരുമ്പോൾ ഓപ്പോസിറ്റ് ഐശ്വര്യ ചേച്ചിയുടെ കാർ ഇങ്ങനെ പോണ്ടാവും. എന്നിട്ട് ഓവർടേക്ക് ചെയ്ത് നിർത്തും. എന്നിട്ട് പറയും ആരെ കൊല്ലാൻ ഇറങ്ങിയത് മാഷേന്ന് ചോദിക്കുമ്പോൾ നിന്റെ അപ്പനെന്ന് പറയും. അപ്പോൾ ആ നേരെ ചെന്നാൽ മതി ചാരി കസേരയിൽ ഇങ്ങനെ കിടപ്പുണ്ടെന്ന് പറയുന്ന കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ ആ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞിട്ട് ഐശ്വര്യ ചേച്ചി അങ്ങനെ പോവും. അപ്പോൾ അതാ ഈ വഴിയിൽ നിന്ന് സ്ഫടികൻ ജോർജേട്ടൻ്റെ കാർ ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് പറയും അതെൻ്റെ അനന്തരവളാന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പഞ്ച് ഡയലോഗ്സ് ഉണ്ട് അവിടെ വെച്ചിട്ട് ലാലേട്ടൻ്റെ. അങ്ങനെ ഡയലോഗ് പറഞ്ഞിട്ട് ലാലേട്ടൻ സ്ഫടികൻ ജോർജേട്ടൻ്റെ കാറിനെ ഇങ്ങനെ ചുറ്റി വളഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നൊരു മാസ് സീനുണ്ട്. അതൊക്കെ ഈ മൈതാനത്ത് എടുത്തിരിക്കുന്നത്. അതുപോലെ നരസിംഹത്തിൽ തിലകൻ സാറിനെ അറസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോൾ ലാലേട്ടൻ ഇവിടെ ഇങ്ങനെ കാത്തിക്കുന്നുണ്ടാവും. എന്നിട്ട് ഈ വീട്ടുവേഷത്തിൽ എൻ്റെ അച്ഛനെ കൊണ്ട് എങ്ങോട്ടാ ശങ്കരനാരായണന്നൊക്കെ ചോദിക്കുന്ന ഒരു മാസ് സീനുണ്ട്. എന്നിട്ട് തിലകൻ സാറിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ലാലേട്ടൻ ഇങ്ങനെ നടന്നു വരുന്നൊക്കെ ഒരു സീനുണ്ട്. ആ സീനും എടുത്തിരിക്കുന്നത് ഈ മൈതാനത്ത് തന്നെയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ആര്യങ്കാവ് ക്ഷേത്രം. നല്ല ആൽത്തറകളും കൂത്തുമാടൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കുറേ സിനിമകൾ ഇനി എടുത്തിട്ടുണ്ട്. ആ സിനിമകളുടെ ലൊക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞു തരാം. ഇനി ഇതിനടുത്ത് തന്നെയുള്ള മറ്റൊരു ലൊക്കേഷനിലേക്ക് പോകാം. ഈ സ്ഥലം ആര്യങ്കാവിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു മൈതാനമാണ്. ഇവിടെയാണ് ആറന്തമ്പുരാൻ സിനിമയിലെ ചെങ്കളം മാധവനായിട്ടുള്ള ലാലേട്ടൻ്റെ ഫൈറ്റ്. ശരിക്കൊരു മഴയത്തുള്ള ഗംഭീര ഫൈറ്റാണത്. ഇവിടെയാണ് ജീപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ ഒരു എൻഫീൽഡും ഇങ്ങനെ വന്നിറങ്ങിയിട്ട് ഗംഭീരമായി ഫൈറ്റ് ചെയ്യുന്ന ഒരു സീന്. ശരിക്കും ആ സീൻ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഈ മരത്തിൻ്റെ ഈ വള്ളികളൊക്കെ ശരിക്കും ആ സീനിൽ നമുക്ക് കാണാൻ പറ്റും. ഇതും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഈ ഏരിയ മൊത്തം നല്ല ഭംഗിയാണ്. ഇവിടെയും വേറെ ചില സിനിമകളുടെയും സീനുകൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ ആ സിനിമയുടെ ലൊക്കേഷൻ പറയുമ്പോൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിനടുത്ത് തന്നെയുള്ള മറ്റൊരു സ്ഥലത്തേക്ക് പോകാം, ഒരു ചരിത്രപരമായ സ്ഥലത്തേക്ക്. ഇതാണ് ചരിത്ര പ്രസിദ്ധമായ കവളപ്പാറ കൊട്ടാരം. ഒരുപാട് പ്രശസ്തി ആർജിച്ച ഒരു കൊട്ടാരമാണ്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, കാടൊക്കെ പിടിച്ച് കിടക്കുന്നൊരവസ്ഥയാണ്. നമുക്കതിൻ്റെ ഉള്ളിൽ കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ തീരെ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം മൊത്തം അവർ വേലി കൊണ്ട് അടച്ചിട്ടുണ്ട്. പിന്നെ ആകെ കാട് പിടിച്ചെടുക്കുന്നൊരു അന്തരീക്ഷമാണ് അവിടെ. എങ്ങനെയാണ് അവസ്ഥ എന്ന് നമുക്കറിയില്ല. പിന്നെ നമുക്ക് പെർമിഷൻ ഇല്ലാണ്ട് പോകുന്നതും ശരിയല്ല. ഇപ്പോൾ ഇവിടെ സിനിമകൾ അങ്ങനെ അധികം എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഓർമ്മ വരുന്നത് ചന്ദ്രോത്സവം എന്ന് പറഞ്ഞ സിനിമയാണ്. ചന്ദ്രോത്സവം സിനിമയിൽ ലാലേട്ടനും മീന ചേച്ചിയും തമ്മിൽ സംസാരിക്കുന്ന ഒരു സീൻ ഇതിൻ്റെ മുന്നിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാറൊക്കെ ഇങ്ങനെ മുറ്റത്ത് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു സീനോട് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് സിനിമകളുടെ കുറേ സീനുകൾ എടുത്ത സ്ഥലങ്ങൾ കണ്ടു. ഈ ആര്യങ്കാവ് ക്ഷേത്ര മൈതാനി കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഏതെങ്കിലും ലൊക്കേഷൻസ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് പരമാവധി നമ്മൾ കാണിച്ചു തരാൻ ശ്രമിക്കും. തീരെ പറ്റാത്തൊക്കെ മാത്രമേ നമ്മൾ ഒഴിവാക്കുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു സിനിമയുടെ ലൊക്കേഷനുമായി നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും ബായ്.